നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-2830-510 എന്ന നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. വാട്സാപ്പ് നമ്പർ 6235968937. നമ്മൾ ആദ്യം പോകുന്നത് ആശാ വർക്കേഴ്സ് സമരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതോടെ, ആവശ്യങ്ങളിൽ അനുഭാവപൂർവ്വം ഒരു നടപടി പോലും ഉണ്ടാകാതിരുന്നതോടെ സമരം ശക്തമാക്കിയിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ 39ാം ദിനം അവർ നിരാഹാര സമരം ആരംഭിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിയിലേക്ക് പോയ മന്ത്രി വീണ ജോർജിന് പക്ഷേ JP നഡ്ഡയെ കാണാൻ കഴിഞ്ഞില്ല. മന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിൽ ആശമാർക്ക് പ്രതീക്ഷയില്ല. ജനങ്ങളെ മന്ത്രി കബളിപ്പിച്ചു എന്നാണ് ആരോപണം. ഇന്നും ആശമാർക്ക് ഐക്യദാർഢ്യം അറിയിച്ച് നേതാക്കൾ സമരപന്തലിൽ എത്തി. മഴയും മഞ്ഞും വെയിലുമേറ്റ് 39 ദിവസം മന്ത്രിയും ഉദ്യോഗസ്ഥരും മാറി മാറി ചർച്ചയും നടത്തി. എന്നിട്ടും ആശാവഹമായ ഒന്നും ആശമാരുടെ കാര്യത്തിൽ ഇനിയും നടന്നിട്ടില്ല. സെക്രട്ടേറിയറ്റ് പടിക്കൽ 39 ദിവസം സമരമിരുന്നിട്ടും അനുകൂല നിലപാടുണ്ടാകാത്തതോടെയാണ് സമരക്കാർ നിരാഹാരത്തിനിറങ്ങിയത്. രാവിലെ 11 മണിയോടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു, തിരുവനന്തപുരത്തു നിന്നുള്ള ആശാ വർക്കേഴ്സായ ഷീജ, തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ സമരമിരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തക KG താര സമരം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം. അംഗൻവാടി പ്രവർത്തകർക്ക്, മത്സ്യബന്ധന തൊഴിലാളികൾക്ക്, നെയ്ത്ത് തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റിവെച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് PSC മെമ്പർമാർക്ക് നല്ല നമസ്കാരം, മന്ത്രിമാർക്ക് നല്ല നമസ്കാരം. അതേസമയം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലെത്തി. ഇന്ന് ലഭിക്കണം എന്നുള്ള നിലയിൽ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരക്കായിരുന്നത് കൊണ്ടാവാം. അപ്പോൾ അടുത്തൊരു ദിവസം അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുവാണെങ്കിൽ അന്ന് വരും. കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ വരും. ഇന്ന് ഏതായാലും റെപ്രസെന്റേഷൻസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇൻസെന്റീവ് അല്ല, ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ആശമാരുടെ പ്രസ്താവനയിൽ രാഷ്ട്രീയം വ്യക്തമാണെന്നും മന്ത്രി. ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് ആശാ കേന്ദ്ര സ്കീമാണ്. 2005-2006 ഈ ആശാ സ്കീം, കേന്ദ്ര സ്കീം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇൻസെന്റീവ്സ് വർദ്ധിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്നുള്ളത് പറയുന്നത്. മന്ത്രിയുടെ ഡൽഹി സന്ദർശനം ആശാ വർക്കേഴ്സിന് വേണ്ടിയുള്ളതല്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ മന്ത്രി കബളിപ്പിച്ചുവെന്നും ആരോപണം. രാവിലെ മുതൽ നമ്മളോടെല്ലാവരോടും ചോദിച്ചെന്താണ്, നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയത് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും വാങ്ങിയാൽ അത് നിങ്ങളുടെ ഓണറേറിയം വർധനവിന് ഉപകാരപ്പെടുമെന്നൊക്കെയായിരുന്നു എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ സത്യാവസ്ഥ പുറത്തു വരുന്നു. ആരോഗ്യമന്ത്രി പോയത് അതിനല്ല, മറിച്ച് കേരളത്തിലെ ജനതയെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന തീരുമാനത്തിലാണ് ആശാ വർക്കേഴ്സ്. സംസ്ഥാനത്ത് ആകെ 27,000-ഓളം ആശാ വർക്കർമാരാണുള്ളത്. ഓണറേറിയമായ 7,000 രൂപ ലഭിക്കണമെങ്കിൽ 10 മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നായിരുന്നു മുൻ നിബന്ധന. സമരത്തെ തുടർന്ന് സർക്കാർ അത് പിൻവലിച്ചു. ഗർഭിണികളെ കാണുക, പ്രതിരോധ കുത്തിവയ്പ് ആവശ്യമുള്ളവരെ സജ്ജരാക്കുക തുടങ്ങിയവയായിരുന്നു ആശാ വർക്കേഴ്സിന്റെ ആദ്യ സമയത്തെ ജോലിയിൽ ചിലത്. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ആശാ വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സമയ ജോലിയായി. സർക്കാരിന്റെ ആരോഗ്യ ദൗത്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന സുപ്രധാന ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഇന്ന് ആശാ വർക്കേഴ്സാണ്. പ്രാഥമിക വൈദ്യസഹായം എത്തിക്കൽ, പകർച്ചവ്യാധി മുൻകരുതൽ, മാതൃശിശു സംരക്ഷണം ഉറപ്പുവരുത്തൽ, രോഗനിരീക്ഷണം, ബോധവൽക്കരണം, സർവേകൾ, അവയുടെ കണക്കു തയ്യാറാക്കലും നൽകലും, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കിടപ്പ് രോഗികളെ കാണൽ, ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്ക് മാനസിക പിന്തുണ നൽകൽ, ഗർഭനിരോധന കുത്തിവയ്പ്പിന് സജ്ജമാക്കൽ, പാലിയേറ്റീവ് പരിചരണം, രോഗപ്രതിരോധ ക്യാമ്പുകൾ തുടങ്ങി 35ഓളം ജോലികളാണ് ഇന്നവർ നിർവഹിക്കേണ്ടത്. വിവിധ യോഗങ്ങളിലെ നിർബന്ധിത ഹാജർ, ആശുപത്രികളിലെ സഹായ ഡ്യൂട്ടി തുടങ്ങിയവ ഇവരുടെ ജോലിയുടെ ഭാഗമാണ്. കൂടാതെ വിവിധ സർക്കാർ പരിപാടികൾ വിജയിപ്പിക്കാൻ ആളെ കൂട്ടേണ്ടതും ഇവരുടെ ഉത്തരവാദിത്വത്തിൽ പെടുന്നു. അതായത് 8 മണിക്കൂറല്ല, 12 മണിക്കൂർ കൊണ്ടുപോലും തീരാത്ത ജോലിഭാരമാണ് ആശമാരുടെ ചുമലിലുള്ളത്. ഈ സമരത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി, കേരളത്തിലെ പ്രതിപക്ഷം
പൂർണ്ണമായ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തത്. സമരപ്പന്തലിലേക്ക് പിന്തുണയുമായി ഇന്നും നിരവധി നേതാക്കളെത്തി. ഇനിയും സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ കൂടുതൽ പേർ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നാണ് സമരക്കാർ നൽകുന്ന സൂചന. സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്രം സംസ്ഥാനത്തെയും പഴിചാരൽ തുടരുകയാണ്. പ്രസ്താവനാ യുദ്ധങ്ങളും തകൃതി. അർഹിച്ചത് നേടിയെടുക്കാൻ ആശമാർ ഇനിയും എത്ര മഴയും വെയിലും ഏൽക്കണം. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കണിയാരം അണക്കെട്ടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വയനാട്ടിലെ മാനന്തവാടിയിൽ ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ് ഈ അണക്കെട്ട്. കൂടുതൽ നവീകരിച്ചാൽ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അണക്കെട്ടിന് ചുറ്റും പാർക്ക്, പൂന്തോട്ടം, കയാക്കിംഗ് സർവീസുകൾ എന്നിവ ആരംഭിക്കാൻ കഴിയും. പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കണിയാരം അണക്കെട്ട്. പ്രാദേശിക ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള ജില്ലയാണ് വയനാട്. അത്തരത്തിൽ ടൂറിസം വികസനത്തിന്റെ ഇടപെടൽ നടത്താവുന്ന ഒരിടമാണ് കണിയാരം അണക്കെട്ട്. മാനന്തവാടി നഗരസഭാ പരിധിയിലെ 33-ാം ഡിവിഷനിലാണ് കണിയാരം അണക്കെട്ട്. ചെറുകിട ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള അണക്കെട്ട് നവീകരിച്ചാൽ ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കണിയാരം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഈ അണക്കെട്ടിലെ ജലം കനാൽ വഴി എത്തിച്ചാണ് ഹെക്ടർ കണക്കിന് കൃഷിനിലങ്ങൾ കൃഷി ചെയ്തു വരുന്നത്. ഇറിഗേഷൻ വകുപ്പിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ നവീകരിച്ചാൽ കുട്ടികളുടെ പാർക്ക്, പൂന്തോട്ടങ്ങൾ, ബോട്ട്, കയാക്കിംഗ് സർവീസുകൾ എന്നിവ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം ഇവിടെ മികച്ച ഒരു നീന്തൽ പരിശീലന കേന്ദ്രമൊരുക്കാനും കഴിയും. വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഒരു മിനി ബാണാസുര പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇതോടൊപ്പം തന്നെ ഇത് കണിയാരം അണക്കെട്ടാണ്. ഇതോടൊപ്പം തന്നെ ഒരു ചെക്ക് ഡാം കൂടി തൊട്ടപ്പുറത്തുണ്ട്. ഈ 2 ചെക്ക് ഡാമുകളും അണക്കെട്ടും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കൂടുതൽ സാധ്യതകളുണ്ട്. 2-3 റോഡുകളുണ്ട്. ഈ വഴിയിലേക്ക് റോഡുകളുണ്ട്. 5 ഹെക്ടറോളം, ഏകദേശം 30 ഏക്കറോളം സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വലിയ മാറ്റം ഉണ്ടാകും. കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ മന്ത്രി ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി കൂടുതൽ സാധ്യതകളുണ്ട്. ഈ പ്രദേശത്ത് വലിയ മുഖച്ഛായയ്ക്ക് മാറ്റം ഉണ്ടാകും. കണിയാരം അണക്കെട്ട് മികച്ച ടൂറിസം കേന്ദ്രമാക്കാനുള്ള നടപടികൾക്കായി മന്ത്രി OR കേളു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചാൽ പ്രദേശവാസികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാനും മേഖലയുടെ മുഖച്ഛായ മാറ്റാനും കഴിയും. പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തീകരണം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് കണിയാരൻ നിവാസികൾ. ഈ മേഖലയുടെ ടൂറിസം വികസനത്തിന് സർക്കാർ ഇടപെടൽ തേടുകയാണ് കണിയാരം നിവാസികൾ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്ന തരത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്നാണ് ആ മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നവരുടെ പ്രതികരണങ്ങളിലേക്കാണ്. ഇരു പ്രദേശങ്ങളിലൂടെ റോഡുകൾ എല്ലാം തന്നെ ഈ അണക്കെട്ടിന് ഈ പദ്ധതി പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണിയാരത്തെ മൊത്തം കേന്ദ്രീകരിച്ച് ഈ പുഴയിൽ നിന്നും വരുന്ന വെള്ളം ശേഖരിച്ച് ഇവിടെ നിർത്തി ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരു പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം വരികയാണെങ്കിൽ ടൂറിസം മേഖലയിലേക്ക് ഒരു വൻ കുതിച്ചുചാട്ടത്തിന് വരെ സാധ്യതയുണ്ടെന്നാണ് നാം കരുതുന്നത്. ടൂറിസത്തിനും ഇറിഗേഷനും അനന്ത സാധ്യതയുള്ള ഇതാണ്. ഇതിൻ്റെ ചുറ്റുപാടും കനാലുകളിലുണ്ടായിരുന്ന നശിച്ചു പോയിട്ടുണ്ട്. അത് പുനരുദ്ധരിക്കുകയും ഇവിടെ വെള്ളം കെട്ടി നിർത്തി ഈ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ കർഷകർക്ക് ധാരാളം ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. പിന്നെ പ്രാദേശിക ടൂറിസം എന്ന നിലയിൽ ഇവിടെ തൊഴിൽ സാധ്യതകളും ഇതെല്ലാം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ 2 ഡിവിഷനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കണിയാരം അണക്കെട്ട്. ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി നമുക്ക് ഇതിൻ്റെ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ 2 വാർഡിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ബോട്ടിങ്, കുട്ടികളുടെ പാർക്ക്, പിന്നെ സ്ഥലം അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു ടോയ്ലറ്റും ഒരു പാർക്കിംഗ് ഏരിയയും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടിങ്, പിന്നെ ഊഞ്ഞാല്, അങ്ങനെയുള്ള ഒരു ആർച്ച്, അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ തന്നെ പല രീതിയിലാക്കിയിട്ട് നമുക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് തന്നെ കാണാൻ നല്ലൊരു ഇതുണ്ടാവും. ഈവനിങ്ങിൽ ഒരുപാട് ആളുകൾ ഇവിടെ വിശ്രമിക്കാൻ വരുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റടിച്ച് ഇവിടെ ഇരിക്കാനും സന്ധ്യാസമയങ്ങളിലേക്ക് നല്ല ഉന്മാദമാണ് ഇരിക്കാൻ. ചില വാർത്തകൾ കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. മഞ്ചേശ്വരത്ത് മയക്കുമരുന്നുമായി 4 പേർ പിടിയിൽ. 3 കേസുകളിലായിട്ടാണ് 4 പേർ അറസ്റ്റിലായിരിക്കുന്നത്. 13 ഗ്രാം MDMA, 7 ലക്ഷം രൂപ അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അരുൺ പാറക്കൽ അറിയിക്കുന്നുണ്ട്. തൃശൂർ വെള്ളിക്കുളങ്ങര 2 കൈയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങിയെന്ന വാർത്ത സൂരജ് അറിയിക്കുന്നുണ്ട്. ബിനോയ് വിശ്വം CPയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് K. ഇസ്മയിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്.
മുതലപ്പുഴി അഴിമുഖത്ത് മൺതിട്ട് രൂപപ്പെട്ട് അത് മത്സ്യബന്ധനത്തെ ബാധിച്ച വാർത്തകൾ പലപ്പോഴായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജീവനോപാധിയായ മത്സ്യബന്ധനം നിലച്ചതോടെ പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് 5 തെങ്ങ് മുതൽ പെരുമാതുറ വരെ മുഴുവൻ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഉപരോധിച്ചു. പിന്നീട് ഫിഷറീസ് ഡയറക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പറഞ്ഞു മടുത്ത വിഷയമാണ് മുതലപ്പുഴയുടേത്. ഇന്ന് പറയാനുള്ളതും അതേ കാര്യം തന്നെ. ഭരണകൂടം ഇങ്ങനെ കണ്ണിറുക്കിയടച്ചാൽ ഇതല്ലാതെ മറ്റെന്ത് പോംവഴി? എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർ നിരന്തരം പറഞ്ഞു പറ്റിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റ് പോംവഴികൾ ഇല്ലാതായി. പിന്നെ പ്രത്യക്ഷ സമരം തന്നെ മാർഗം. രാവിലെ 6 മണി മുതൽ 300ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉപരോധം ആരംഭിച്ചു. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് 5 തെങ്ങ് മുതൽ പെരുമാതുറ വരെ മുഴുവൻ റോഡുകളും ഉപരോധത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ അടച്ചു. അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നിരന്തരം ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. കയർ വലിച്ചുകെട്ടി ഗതാഗതം പൂർണ്ണമായി തടഞ്ഞായിരുന്നു ഉപരോധം. പ്രതിഷേധം കനത്തതോടെ നിൽക്കക്കള്ളിയില്ലാതെ ഫിഷറീസ് ഡയറക്ടർ സ്ഥലത്തെത്തി. മുതലപ്പുഴി സംരക്ഷണ സമിതിയുമായി ചർച്ച നടത്തിയ അദ്ദേഹം 4 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്ന ഉറപ്പ് നൽകി. മുതലപ്പുഴയിൽ ഇതുവരെ പൊലിഞ്ഞത് 72 മത്സ്യത്തൊഴിലാളികളുടെ ജീവനുകളാണ്. എല്ലാവരും അന്നന്നത്തെ അന്നത്തിന് പണിയെടുക്കുന്ന പാവങ്ങളും. ഇനിയും എത്ര പേരുടെ ജീവനുകൾ കൂടി വേണം അധികാരികൾ കണ്ണു തുറക്കാൻ? ആദ്യം ഫിഷറീസ് സെക്രട്ടറിയുടെ ഉറപ്പ് വിശ്വാസത്തിലെടുക്കാൻ തൊഴിലാളികൾ തയ്യാറായില്ല. മുൻപ് മന്ത്രി വരെ ഉറപ്പ് കൊടുത്തതാണ് അവർക്ക്. അതുപോലും ലംഘിക്കപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥ ഉറപ്പിന് എന്തു വില? മണിക്കൂറുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ ഉച്ചയോടെ ഫിഷറീസ് സെക്രട്ടറിയുമായുള്ള ചർച്ച ഫലം കണ്ടു. 4 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജിംഗ് ആരംഭിക്കാമെന്ന ഉറപ്പിന്മേൽ സമരപരിപാടികൾ അവസാനിപ്പിച്ചു. ചൊവ്വാഴ്ചയോടെ ഡ്രഡ്ജിംഗ് ആരംഭിച്ചില്ലെങ്കിൽ ഹൈവേ ഉപരോധമടക്കം ശക്തമായ സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് സമരസമിതി വ്യക്തമാക്കി. പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. എങ്കിലും സ്കൂൾ ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെയുള്ളവ സമരക്കാർ കടത്തിവിടുന്നുണ്ടായിരുന്നു. മുതലപ്പുഴയിലെ മണൽത്തിട്ട മൂലം 72 ജീവനുകൾ ഇതുവരെ പൊലിഞ്ഞിട്ടുണ്ടെന്നാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രളയവും വെള്ളപ്പൊക്കവും ഒക്കെ വരുമ്പോൾ കേരളത്തിൻ്റെ സ്വന്തം സൈന്യമെന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കും. ആവശ്യം കഴിയുമ്പോൾ പിന്നെ വലിച്ചെറിയും. വല്ലാത്ത ക്രൂരതയാണ് സാറന്മാരെ നിങ്ങൾ മുതലപ്പുഴക്കാരോട് ചെയ്യുന്നത്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതാണ്. പക്ഷേ മുതലപ്പുഴയിൽ 72 ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടാൻ ഇനി എന്ത് ചെയ്യണം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യം. പ്രതികരണത്തിലേക്ക്. അദാനി ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരെ സർക്കാരിൻ്റെ അടുത്ത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുകയും മന്ത്രിക്കടുത്ത് നേരിട്ട് സംസാരിക്കുകയും അപ്പോൾ മന്ത്രി പറയുന്നത് അദാനി ചെയ്യും. ഞങ്ങൾ അദാനിയെയല്ല ഇവിടെ അധികാരത്തിരുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ മേലെ വോട്ട് ചെയ്തുകൊണ്ട് അധികാരത്തിരുത്തിയ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളുമാണ് ഞങ്ങൾക്ക് പരിഹരിക്കേണ്ടത്. ബുധനാഴ്ച മുതൽ ഞങ്ങൾ ലോങ് മാർച്ച്, അതായത് ഹൈവേയിൽ ഒരു വണ്ടികളിലും പോവാതെ 6 മണിക്കൂർ നേരം ഹൈവേയിൽ വരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യും, ലോങ് മാർച്ച് നടത്തും. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. അവർ ഓരോ ചർച്ചയിലും പറഞ്ഞതെന്നറിയാമോ, ഒരാഴ്ച 1 മാസത്തിനകം വെച്ച് ഈ മണലെടുത്ത് മാറ്റിത്തരാമെന്ന് പറയും. ഈ ശരിക്കും മണൽ കയറുന്ന മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് മണൽ കയറുന്നത്. ഈ പൊഴിയിൽ മണൽ കയറുമ്പോൾ ഈ പൊഴി അടയുമെന്നുള്ള ഉറപ്പും മത്സ്യത്തൊഴിലാളിയായി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കടലിൽ പോയി മത്സ്യം മേടിക്കാൻ പോണവർക്ക് ഈ മണൽ ഏത് ഭാഗത്തിനാണ് വരുന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ അധികാരികൾ അത് കണ്ണടയ്ക്കുന്നതല്ലാതെ ഇവിടെ ഒരു പണിയും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഞങ്ങളടുത്ത് കുറച്ച് സമയം ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു. ആ സമയം 4 ദിവസമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ 4 ദിവസം തീർച്ചയായിട്ടും ഞങ്ങളത് അംഗീകരിക്കുന്നു. ഈ 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമരത്തിൻ്റെ രീതികൾ മാറുകയാണ്. കൃത്യമായിട്ട് 4 ദിവസത്തിനകത്ത്
ഈ ഡ്രഡ്ജിങ് ഇവിടെ നടക്കാത്ത പക്ഷം ഞങ്ങൾ ചൊവ്വാഴ്ച കഴിഞ്ഞുള്ള വരുന്ന ദിവസങ്ങളിൽ സമരസമിതി ഹൈവേ പിക്കറ്റിംഗ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉൾപ്പെടെ അവിടെയുള്ള ഉപരോധ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പൊതുജനം കഴുതയിലസർ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഞ്ചാവിന്റെയും ലഹരി മരുന്നിന്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെയും വാർത്തകളില്ലാത്ത ദിവസങ്ങളില്ല. എക്സൈസും പോലീസും പരിശോധന കർശനമാക്കിയതോടെ കൊച്ചിയിൽ ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറി ലഹരി മാഫിയ താവളമാക്കിയ വാർത്തയാണ് ഇന്ന് വന്നത്. ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ലഹരി കുപ്പികളും സിറിഞ്ചുകളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സിറിഞ്ചുകളുടെയും ലഹരി കുപ്പികളുടെയും ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ലഹരി സംഘം എന്ന കണ്ടെത്തലും ഇന്നുണ്ടായി. പിടിയിലായത് ഇതര സംസ്ഥാന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനികളാണ്. കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ വിതരണക്കാരനെ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയതോടെയാണ് ലഹരി മാഫിയ പുതിയ ഇടത്താവളം കണ്ടെത്തിയത്. ആലുവ KSRTC ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളാണ് പുതിയ ഒളിത്താവളം. പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടാതെ ശുചിമുറികളിൽ കയറി ലഹരി ഉപയോഗിക്കാമെന്നതാണ് ലഹരി മാഫിയയുടെ പുതിയ തന്ത്രം. ഉപയോഗിച്ച സിറിഞ്ചുകളും ലഹരിക്കുപ്പികളും ഫ്ലഷ് ബോക്സിൽ ഇട്ടതോടെയാണ് സംഭവം പുറത്തു വന്നത്. ഫ്ലഷുകൾ പ്രവർത്തിക്കാതിരുന്നതോടെ നടത്തിയ പരിശോധനയിലാണ് ശുചിമുറികൾ ദുരുപയോഗം ചെയ്യുന്ന വിവരം അധികൃതർ മനസ്സിലാക്കിയത്. നിരവധി സിറിഞ്ചുകളും കുപ്പികളും ഇവിടെ നിന്ന് കണ്ടെത്തി. എക്സൈസും പോലീസും ചേർന്ന് നാടും നഗരവും അരിച്ചു പെറുക്കുമ്പോഴാണ് ആലുവ നഗരഹൃദയത്തിൽ തന്നെ ലഹരി മാഫിയ ഒളിത്താവളമാക്കിയതെന്നത് ശ്രദ്ധേയം. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത് എറണാകുളത്തെ ലഹരി സംഘം എന്ന കണ്ടെത്തലും ഇന്നുണ്ടായി. ഇതര സംസ്ഥാന ലോബിയാണ് എറണാകുളത്തെ കഞ്ചാവ് വിൽപ്പനയിൽ പ്രധാനികൾ. എറണാകുളം നഗരം, കളമശ്ശേരി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ 1 കിലോ കഞ്ചാവുമായി പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ ഗ്യാങ്ങിലെ അംഗമാണ്. 6000 രൂപയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് മലയാളികൾക്ക് കൈമാറുന്നത് 18,000 മുതൽ 24,000 എന്ന നിരക്കിൽ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കുമായി ഇതര സംസ്ഥാനക്കാർ കഞ്ചാവ് ഇടപാട് തുടങ്ങിയിട്ട് 6 മാസമായെന്നാണ് കണ്ടെത്തൽ. ഷാലിക്കിന്റെയും അനുരാജിന്റെയും അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കൂ. ഇതുവരെ കളമശ്ശേരി പോളിടെക്നിക് ലഹരി വേട്ടയിൽ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മുഖ്യ വിതരണക്കാരനെ ഇന്ന് പിടികൂടി. കൂടല്ലൂർ സ്വദേശി ജോമോനാണ് ബംഗളൂരുവിൽ വെച്ച് എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. കേരളത്തിൽ കഞ്ചാവ് വിതരണം നടത്തുന്നതിൽ പ്രധാനിയാണ് പിടിയിലായ ജോമോൻ. മലയാളിയും കൂടല്ലൂർ സ്വദേശിയുമായ ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബംഗളൂരുവിൽ സ്ഥിര താമസക്കാരനാണ്. ഈ കഞ്ചാവ് എന്ന കാര്യം 66 കിലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാളികാവ് റേഞ്ചിലേക്ക് ആ കേസെടുത്ത പരിധിയിലേക്ക് മാത്രമായിരിക്കില്ല. അത് ജില്ലയ്ക്ക് വെളിയിലേക്ക് പല ജില്ലയിലേക്കും പോകാനുള്ള സാധനമുണ്ട്. ഇത് ആദ്യമായല്ല. ഈ ടിയാന ഇതിനു മുമ്പ് തന്നെ 2022 പാലക്കാട് വെച്ച് പിടിച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന അന്വേഷണം മനസ്സിലാക്കുന്നത് കേരളത്തിലേക്ക് മൊത്തം ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന ലോബിയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് പുള്ളി. സംഭവത്തിൽ ചില്ലറ വിൽപ്പനക്കാരിലേക്കും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ലഹരി മാഫിയക്കെതിരെ എക്സൈസും പോലീസും കർശന നടപടികൾ സ്വീകരിക്കുമ്പോഴും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും യഥേഷ്ടം തുടരുന്നുവെന്ന് വേണം കരുതാൻ. ആലുവയിലെ ലഹരി മാഫിയയുടെ പുതിയ ഇടത്താവളം ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാകില്ല. റാഫി കരീം, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് MDMA പിടികൂടി. സംഭവത്തിൽ കടയിലെ ജീവനക്കാരൻ അനി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. AV ജയശങ്കർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ, പത്തനംതിട്ട കുരമ്പാലയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പന്തളം പോലീസും ഡാൻസ് ടീമും പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ ഈ കട കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടക്കുന്നൊക്കെയാണ് പോലീസിന് ലഭിച്ച വിവരം. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്ന് 4 ഗ്രാം MDMA എന്തായാലും പോലീസ് പിടികൂടിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട തൃക്കുന്നപ്പുഴ പല്ലന സ്വദേശി അനിയെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്നാണ് ഈ 4 ഗ്രാം MDMA എന്തായാലും പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കടയിലെ ജീവനക്കാരൻ
ജീവനക്കാരനാണ്. ഇത്തരത്തിൽ കുറച്ചു കാലമായി ഇത്തരത്തിൽ കട കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കഞ്ചാവ് വിൽപ്പനയും ഉപയോഗമൊക്കെ നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന. എന്തായാലും ഇയാളെ പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് പോലീസ് നിലയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളെയായി പോലീസ് കാര്യമായ പരിശോധന ഇത്തരത്തിൽ ലഹരി കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിലും ഉൾപ്പെടെ വലിയ തോതിലുള്ള വ്യാപക പരിശോധന നടത്തുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ നടത്തിയൊരു പരിശോധനയിലാണ് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോറിൽ നിന്ന് ഇത്തരത്തിൽ MDMA പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായി മയക്കുമരുന്ന് വ്യാപനത്തിന്റെ വാർത്തകൾ വരുമ്പോൾ അതിന് തടയിടുക എന്നതിൽ പൊതുജനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കോഴിക്കോട് നിന്ന് അത്തരത്തിൽ തീരുമാനം വരുന്നുണ്ട്. മയക്കുമരുന്ന് വ്യാപനത്തിന് എതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് മഹല്ല് കമ്മിറ്റികൾ. ലഹരിയുമായി നടക്കുന്നവരെ ബഹിഷ്കരിക്കാനാണ് കോഴിക്കോട് പുതുപ്പാടിയിലെ മഹല്ല് കമ്മിറ്റികളുടെ യോഗത്തിൽ തീരുമാനമായത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കാനും തീരുമാനമുണ്ട്. ലഹരി മരുന്ന് ഉപയോഗവും അതേ തുടർന്നുള്ള സംഘർഷങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് മഹല്ലുകൾ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മയക്കുമരുന്നിന് അടിമയായ മകൻ ആഷിഖ് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പുതുപ്പാടിയിലെ ഈ സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പ് ഈങ്ങാപ്പുഴയിൽ മറ്റൊരു കൊലപാതകം. ലഹരിക്ക് അടിമയായ യാസർ ഭാര്യ ഷിബിലയെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. അക്രമത്തിൽ പരുക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കൾ ചികിത്സയിലാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ശക്തമാക്കുകയാണ് മഹല്ല് കമ്മിറ്റികൾ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കില്ല. തീരുമാനമുള്ള ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ സമ്പൂർണ്ണമായ ബോധവൽക്കരണം തന്നെയാണ്. ഒന്നാമത്തെ ഇന്നത്തെ യുവാക്കളെ, യുവത്വത്തിനെ, പ്രത്യേകിച്ച് കുട്ടികളെ രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ തുറന്നു പോകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന് അവരേക്ക് ഏത് രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ പാരന്റിങ് അവർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പെൺകുട്ടികളുടെ സൗഹൃദങ്ങൾ അപകടം വിളിച്ചു വരുത്താതിരിക്കാൻ ബോധവൽക്കരണം നടത്താനും ഫലപ്രദമായ പാരന്റിംഗ് എങ്ങനെ വേണമെന്ന് മഹല്ല് തലത്തിൽ പരിശീലനം നൽകാനും യോഗം തീരുമാനിച്ചു. ലഹരിക്കെതിരെ മഹല്ല് തലത്തിൽ ബഹുജന കൂട്ടായ്മ രൂപീകരിക്കും. പോലീസുമായും എക്സൈസുമായും ചേർന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനും മഹല്ല് കമ്മിറ്റികൾ തീരുമാനിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ മഹല്ലുകളിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ശ്ലാഘനീയം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് പറപ്പച്ചാലിൽ വയോധികയോട് കേരള ബാങ്കിന്റെ കൊടുങ്ക്രൂരത. ആളില്ലാത്ത സമയത്ത് ചേനറ്റാടി തൂക്കപ്പിലാവ് സ്വദേശി ജാനകിയുടെ വീട് കേരള ബാങ്ക് ജപ്തി ചെയ്തു. 75-കാരി ജാനകിയുടെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ദുരിതവാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ ലോൺ തുക തിരിച്ചടച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീട് തുറന്നുകൊടുത്തു. പ്രൈമറി സംഘങ്ങൾക്ക് മാത്രമാണ് ആ കാര്യത്തിൽ നടപടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ 3 സെന്റിൽ താഴെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ ഇറക്കി വിടാതെ ജപ്തി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകും. അതേസമയം സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള BR ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേരള ബാങ്കും അതുപോലെ മറ്റ് നമ്മുടെ അർബൻ ബാങ്കുകളും ആ നടപടി സ്വീകരിക്കുന്നുണ്ട്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ കുറേ കൂടി ശ്രമങ്ങൾ വേണ്ടി വരും. സാധനമുണ്ട്, പിന്നെ കണ്ണ് കാണുന്നില്ല, അങ്ങനെ വേസുണ്ട്, അതിന് ഗുളികയിലിങ്ങനെ നിൽക്കുന്നു പോകുന്നതല്ലേ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ജാനകിയുടെ ചികിത്സയ്ക്കായി കുടുംബം ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ജപ്തി നടപടികൾ. ജാനകിയും മകൻ വിജേഷും ഭാര്യയും വീട്ടിലെത്തിയപ്പോഴാണ് വീട് സീൽ ചെയ്ത നിലയിൽ കണ്ടത്. 2 ലക്ഷം ഉണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ചികിത്സ ചെയ്തെല്ലാം തെങ്ങുമെന്ന് വീണതിന് ശേഷം ഇത് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇപ്പോഴത് നിലവിൽ 6.5 ലക്ഷമായി എന്നാണ് അവർ പറയുന്നത്. 3ഉം 7ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുടുംബം പെരുവഴിയിലായി. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു സംഭവമാണ് ഇത് കാണുന്നത്. കാരണം കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അമ്മയ്ക്കും തീരെ സുഖമില്ലാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിങ്ങനെ കാണാത്ത സംഭവം കാണുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി. കുടുംബത്തിന്റെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ ജാനകിക്കും മക്കൾക്കും ആശ്വാസവുമായി എത്തി. ഒന്ന് ശരിയായിട്ട് ഉറങ്ങിയിട്ട് പോലുമില്ല. ഈ സമയം വരെ ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഇപ്പോഴാണ്. 24 ചാനലിലൂടെ ആ വാർത്തയെ സംബന്ധിച്ച് ഇട്ടതുകൊണ്ട് പിന്നെ മലപ്പുറം ചേർത്തലയിലുള്ള ഒരു ചേട്ടൻ ഞങ്ങളെ സഹായിച്ചു. ആ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയിൽ അടയ്ക്കേണ്ട തുക ഉണ്ണികൃഷ്ണൻ തിരിച്ചടച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ ജാനകിക്കും കുടുംബത്തിനും ഇനി മുതൽ വീട്ടിൽ തന്നെ കഴിയാം.
ജപ്തി നടപടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലോൺ എടുത്തവരുടെ വീടിൻ്റെ പരിതാപകരമായ അവസ്ഥ കൂടി ബാങ്ക് അധികൃതർ മുഖവിലേക്കെടുക്കണം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്തിന്റെ സർവ്വ മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ് അതിഥി തൊഴിലാളികൾ. ദിനം പ്രതി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും അവസാനമില്ല. പെരുമ്പാവൂരിൽ ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്ന് അതിഥി തൊഴിലാളികളുടെ കുഞ്ഞു മരിച്ച സംഭവം കുറച്ച് ദിവസം മുൻപാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ? ഇവരുടെ സുരക്ഷയ്ക്കായി എന്തൊക്കെ നിയമങ്ങൾ നിലവിലുണ്ട്? വിശദമായി നോക്കാം. YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കാലാകാലങ്ങളായി ചർച്ച ചെയ്തതാണ് അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരവസ്ഥയും ഒക്കെ. ഇതിനൊരു അറുതിയില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. ഒടുവിൽ സംഭവിച്ചത് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ 2 മാസം പ്രായമായ കുഞ്ഞ് കടുത്ത പനി ബാധിച്ച് മരിച്ചതാണ്. കൃത്യമായ ആംബുലൻസ് സേവനം ലഭ്യമാകാത്തതും ആശുപത്രിയിലെത്താൻ വൈകിയതുമായിരുന്നു 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മരണകാരണം. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രതിസന്ധികളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല. ഏതാണ്ട് 30 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിൽ തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുത്ത് വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ ഭൂരിഭാഗവും ആദിവാസികളും ദളിതരും മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളുമാണ്. അപ്പോൾ അവരുടെ പ്രദേശങ്ങളിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് കേരളത്തിലേക്ക് വരുന്നത്. ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അതിഥി തൊഴിലാളികളിൽ അധികവും. പിന്നീട് അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഹരിയാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികളുടെ വലിയ ഒഴുക്കാണ് കേരളത്തിലേക്കുണ്ടായത്. ഓരോ 2 വർഷം കഴിയുന്തോറും 2.35 ലക്ഷം അതിഥി തൊഴിലാളികളുടെ വർധനയാണ് രേഖപ്പെടുത്തുന്നത്. ദീർഘദൂര ട്രെയിൻ സർവീസുകൾ കേരളത്തിൽ എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിലേക്കുള്ള വർധനവ് കണ്ടെത്തിയത്. ഓരോ വർഷം കഴിയുന്തോറും ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ 2025 ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 40.2 ലക്ഷം അതിഥി തൊഴിലാളികളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. ചില ദാരുണ സംഭവങ്ങൾ നോക്കാം. കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് 4 ബീഹാർ സ്വദേശികൾ മരിച്ചത് മതിയായ സുരക്ഷയില്ലാത്തതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. കണ്ണൂരിൽ കോൺക്രീറ്റ് ബീം ഇടിഞ്ഞു വീണ 20 അതിഥി തൊഴിലാളികൾക്ക് പരിക്കേറ്റ സംഭവം. അങ്ങനെ തുടരുന്നു പല ദാരുണ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും കൃത്യമായ നടപടിയെടുക്കുവാൻ തൊഴിൽ വകുപ്പ് തയ്യാറായിട്ടില്ലെന്ന വിമർശനമുണ്ടായിരുന്നു. തൊഴിൽ വകുപ്പ് കൃത്യമായ നടപടിയെടുക്കുമെന്നും മാർഗനിർദ്ദേശങ്ങളടക്കം പുറപ്പെടുവിക്കുമെന്നും പറഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഭക്ഷണവും ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളും ഇവർ അനുഭവിക്കുന്നുണ്ട്. മതിയായ ഭാഷ ഉപയോഗിച്ച് ആശയവിനിമയം നടത്താത്തതും പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് കേരളത്തിൽ ഈ തൊഴിലാളികൾ ഇപ്പോഴും ഒരു 2ാം കിട പൗരന്മാരായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന കൂലിയെ സംബന്ധിച്ചാണെങ്കിലും അവരോടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവേചനങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. 1979 ഇന്ത്യൻ പാർലമെന്റ് കുടിയേറ്റ തൊഴിലാളികൾക്കായി ആദ്യ നിയമം പാസാക്കിയത്, ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം സംസ്ഥാന തലത്തിൽ ഉറപ്പാക്കുക എന്നതായിരുന്നു നിയമത്തിന്റെ ലക്ഷ്യം. സുരക്ഷാ പ്രശ്നങ്ങളും അപകടങ്ങളും തുടർക്കഥയായി മാറിയ സാഹചര്യത്തിലാണ് 2020 മറ്റൊരു നിയമം രാജ്യസഭ പാസ്സാക്കുന്നത്. സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തിയാണ് ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് അഥവാ OSH കോഡ് നിലവിൽ വരുന്നത്. സംസ്ഥാന സർക്കാരുകൾ അത് കർശനമായി ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. വർഷം 5 ആയിട്ടും ഇതും പാതി വഴിയിലാണ്. എന്തെങ്കിലും ഒരു പ്രമാദമായ വിഷയം ഉയർന്നു വരുമ്പോൾ മാത്രമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുമായിട്ടും അവരുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാവുക. ഈ ചർച്ചകൾ മിക്കവാറും എല്ലാം തന്നെ ഒരു 3 മാസത്തിനകം ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറയുമ്പോഴും ഇവരുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്കും ചെറുതല്ല. 2020 മുതലുള്ള കണക്ക് പ്രകാരം 15,000-ലധികം കേസുകളാണ് അതിഥി തൊഴിലാളികൾ പ്രതിയാകുന്നത്.
സുലഭമായ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത്, വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്നത് തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്യുന്നു. അക്രമ സംഭവങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെല്ലാം അതിഥിത്തൊഴിലാളികൾ നേതൃത്വം നൽകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർക്ക് ലഹരിക്കെതിരെ, അക്രമ സംഭവങ്ങൾക്കെതിരെ കൃത്യമായ അവബോധം നൽകേണ്ട ഉത്തരവാദിത്വവും ഭരണകൂടത്തിനുണ്ട്. അതിഥി തൊഴിലാളികൾ എന്ന വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ്താൽ മാത്രം പോരാ, അതിഥികളായി കണക്കാക്കുക തന്നെ വേണം. ഇവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഇടപെടൽ ഉണ്ടാകണം, കാര്യക്ഷമമായ ഇടപെടൽ. കൊച്ചിയിൽ നിന്നും സന്തോഷ് ശേഖർ, YS അഭിനന്ദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കൂട്ടി ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. 3% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത്. ജീവനക്കാരുടെ ക്ഷാമബത്ത ഇതോടെ 12 നിന്ന് 15%. പെൻഷൻകാർക്ക് 3% ആശ്വാസമുണ്ട്. ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം ഇത് ലഭിക്കും എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ അറിയിക്കുന്നത്. ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് ഉമേഷ്. ഇപ്പോൾ ഉമേഷ്, വിവരങ്ങൾ. ഉന്മേഷ്, നേരത്തെ തന്നെയുള്ള ജീവനക്കാരുടെ ആവശ്യമാണ് DA വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും സർക്കാർ അത് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു, DA വർദ്ധിപ്പിക്കുമെന്ന്. അത് തീരുമാനമാക്കി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. 12% ക്ഷാമബത്ത അത് 15 വർദ്ധിപ്പിക്കൂ. അത് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിച്ചു തുടങ്ങും. ഒപ്പം പെൻഷൻകാർക്കുള്ള ആശ്വാസവും 3% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഈ ഏപ്രിലിന് ശേഷമുള്ള ലഭിച്ചു തുടങ്ങും. എന്തായാലും നേരത്തെ തന്നെ ഈ PF ലയിപ്പിച്ച DAയുടെ ഡോക്ടറിംഗ് പീരീഡ് ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ആശ്വസിക്കാവുന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഉന്മേഷ്, ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ. ഇപ്പോൾ സർക്കാർ അത് അംഗീകരിക്കുന്നു. DA വർദ്ധിപ്പിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 3% ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. പക്ഷേ ഇത് പണിമുടക്കിയിട്ട് 3 മാസമായി. 2020 നവംബർ 1 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.35 കോടി രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. സംസ്ഥാനത്തെ ആദ്യത്തെ എസ്കുലേറ്റർ മേൽപ്പാലമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞ 3 മാസക്കാലമായി പ്രവർത്തനരഹിതമാണ്. കോടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ എസ്കലേറ്റർ മേൽപ്പാലം നിലവിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യത്തിനാണ് എസ്കലേറ്റർ മേൽപ്പാലം സ്ഥാപിച്ചത്. ഇതിനാൽ റോഡിന്റെ നടുവിൽ ഗ്രില്ലുകൾ സ്ഥാപിച്ച് റോഡ് മുറിച്ചു കടക്കാനുള്ള വഴി പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന ഭാഗത്തെ എസ്കലേറ്റർ നിലച്ചിട്ട് 3 മാസത്തോളമായി. ഈ കാരണത്താൽ കാൽനടയാത്രക്കാരുടെ ദുരിതം ചില്ലറയല്ല. 11.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു എസ്കലേറ്റർ, അതിൻ്റെ ഒരു ചെറിയ സാങ്കേതിക പിഴവ് പോലും മനസ്സിലാക്കി അത് യഥാസമയത്ത് നന്നാക്കിയെടുക്കുവാനുള്ളൊരു ശ്രമം കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ നിത്യം ഉപയോഗിക്കേണ്ട ഈ എസ്കലേറ്റർ നോക്കൂ, എത്ര മാസമായി ഒന്ന് ക്ലീനിങ് പോലും ചെയ്യാൻ സ്റ്റാഫില്ല. കോഴിക്കോട് കോർപ്പറേഷന് ഇതിൽ നിന്ന് കിട്ടേണ്ട ലാഭം കിട്ടി, അതിന് കൈക്കൂലി കിട്ടേണ്ടവർക്ക് കൈക്കൂലി കിട്ടി. ഇനി ഇത് നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലെങ്കിലും പ്രശ്നമില്ല. അത്തരത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ സമീപനം. നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിലൊന്നാണിത്. ഇടയ്ക്കിടെ എസ്കുലേറ്റർ പണിമുടക്കുന്ന അവസ്ഥ. മുൻപ് ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന ഭാഗത്തെ ഇറങ്ങി വരാനുള്ള എസ്കുലേറ്ററും ബസ് സ്റ്റാൻഡ് ഭാഗത്തുള്ള എസ്കുലേറ്ററും തകരാറിലായിരുന്നു. പിന്നീട് അത് പരിഹരിച്ചു. എന്നാൽ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കാലതാമസമെടുക്കും. ഇത് മുടങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാലുവേദനയുള്ള ആളുകൾക്കൊക്കെ കയറാനും ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കുറേ മാസങ്ങളായില്ലേ മുടങ്ങി കിടക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ നോമ്പ് പറ്റി നമ്മളൊക്കെ കാലിൽ വയ്യ. പ്രായമായ ആളുകൾ, ഗർഭിണികൾ, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തന്നെ ഈ പദ്ധതി വലിയ രീതിയിൽ സഹായകരമായിരുന്നു. എന്നാൽ നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായും പാഴായിരിക്കുകയാണ്. കാരണം എസ്കുലേറ്ററിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ എസ്കുലേറ്റർ അല്ലെങ്കിൽ ഈ മേൽപ്പാലം തന്നെയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം. 2 ഭാഗത്തും ലിഫ്റ്റുകളുണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. കാലിന് വയ്യാത്തവർക്കും സാധനങ്ങൾ ചുമന്നു പോകുന്നവർക്കുമെല്ലാം ഈ പടികയറ്റം കഠിനമാണ്. ULCCയുടെ സഹായത്തോടെ കോർപ്പറേഷൻ നേരിട്ടാണ് പണി ചെയ്യിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ULCCക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ ബീന ഫിലിപ്പ്. ഈ വരുന്ന 2026 ജനുവരി വരെ ഊരാളുങ്കലിലാണ് നമ്മളതിൻ്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് AMC കൊടുത്തിട്ടുള്ളത്. 1 മാസം കൊണ്ട് അവരത് വരുത്തിച്ച് തരും എന്നാണ് ഇപ്പോൾ ഊരാളുങ്കൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1 മാസം കൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ തീരുന്ന മാത്രമല്ല, കൃത്യമായിട്ടത് പരിശോധിക്കാനുള്ള റിപ്പോർട്ട് നമ്മൾ ആരോട് ആവശ്യപ്പെടും? ഊരാളുങ്കൽ ആവശ്യപ്പെട്ടു. മാസം കുറയില്ലേ ഇനിയും. അപ്പോൾ എല്ലാ മാസവും ഊരാളുങ്കൽ പറയണം എന്തെങ്കിലും പ്രശ്നം ഇതിന് വരാൻ പോകുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നുള്ള അവർ തന്നെ നമ്മളോട് നേരിട്ട് പറയണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കൂടി നമ്മൾ കടക്കും.
2020 നവംബർ 1-നാണ് എസ്കലേറ്റർ മേൽപ്പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഞാൻ ഈ കയറുന്നത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് മിൽമ ബൂത്തിന് സമീപത്തുള്ള എസ്കുലേറ്ററിലാണ്. ഇവിടെയുള്ള എസ്കുലേറ്റർ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ബാക്കി എസ്കുലേറ്ററുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. 11.35 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഈ പദ്ധതിയുടെ ഒരു ഗുണവും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തിൽ എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഭയങ്കര പ്രയാസമാണ്. ഇത് ജനങ്ങൾക്ക് ഉപകാരം വേണ്ടേ, അല്ലാതെ ഉണ്ടാക്കിയിട്ട് കോടികളെ ഉണ്ടാക്കിയിട്ടൊരു കാര്യമുണ്ടോ? നമ്മളെപ്പോലത്തെ പ്രായമായിരിക്കും ഈ സാധനമായിട്ട് വരുന്നവർക്കും എളുപ്പം ശരിയാണ്. ഇത്ര ചുറ്റി പോകണം, ഇതുണ്ടായാലും നമുക്ക് ഗുണമാണ്. ബുദ്ധിമുട്ടാണ്, അവർക്ക് മുട്ടിനെല്ലാം തന്നെ സുഖമില്ലാതെയാണ്. പണി അടങ്ങാറാകല്ലേ, ചില വലിയ വിഷമങ്ങളായിരുന്നു തന്നെയാണ്. പ്രായമുള്ള ആളും ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കോഴിക്കോട് സിറ്റിയിൽ ശരിക്കൊരു പരിഗണിക്കാത്ത ലെവലിൽ കാണാൻ പറ്റും. പെട്ടെന്ന് പോയി വരാനുള്ള സുഖമായിരുന്നു. കുറച്ച് കാറായിലേക്കാണ് കിടക്കുന്നത്. അവിടുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബസ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് വരണം, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയിടുക എന്നല്ലാതെ ആൾക്കാർക്കൊരു ഉപകാരം വേണ്ടേ? അതില്ലാതെ വെറുതെ എന്തിനുണ്ടാക്കിയിട്ടത്? വരുന്ന ഒരു വാർത്തയുണ്ട്. ആശാ വർക്കേഴ്സ് സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. CPI-യും RJD-യും ഒക്കെ ഈ വിഷയം യോഗത്തിൽ ഉന്നയിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. S. ശ്രീകാന്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, എന്താണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങൾ? LDF യോഗത്തിൽ ഘടകകക്ഷികൾ ഈ വിഷയം നേരത്തെ ഉന്നയിച്ചു. ആ സമയത്താണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്. സമരം തീർക്കണം എന്ന ആവശ്യമാണ് ഘടകകക്ഷികൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത്. ആ ഘട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 39 ദിവസമായി ഈ ആശാ വർക്കർമാരുടെ സംഘടന സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ഇരിക്കുകയാണ്. ഇന്ന് മുതൽ അവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കും മാറിയിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി സർക്കാരിന്റെ നിലപാട് ഏത് തരത്തിലുള്ളതായിരിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും അതിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കട്ടെ, അതനുസരിച്ച് സംസ്ഥാന സർക്കാർ വർധനവ് നടപ്പിൽ വരുത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതായത് സംസ്ഥാനത്ത് ഇതിനൊരു ഒത്തുതീർപ്പ്, അതിനുള്ള സാധ്യത ഇനിയും തെളിയുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. S. ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.